ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എനിക്ക് പണി തന്നതാണ്. തിരിച്ച് 8ന്റെ പണി എടുക്കണം. അപ്പം നമ്മളിങ്ങനെ സ്നേഹിച്ച് നമ്മളെ മറന്നുകൊണ്ട് നമ്മൾ സ്നേഹിച്ച് അങ്ങനെ സ്നേഹിച്ച് കുറേ നാളുകൾ കഴിയുമ്പോൾ അവർ നമുക്കിട്ട് പണിയും. നമ്മളോട് നമുക്ക് ക്ഷമിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒത്തിരി പേർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗീവ്നെസ്സാണ്. നിരുപാധികം ക്ഷമിക്കുക. നമ്മളെ വിഷമിപ്പിച്ചവരടുത്ത് ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ പിടിച്ചു വച്ചേക്കും. ഫോർഗീവ്നെസ്, ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എനിക്ക് പണി തന്നതാണ്. തിരിച്ച് 8ന്റെ പണി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വെയിറ്റിംഗ് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. ചില കേസുകളിൽ പെട്ടെന്ന് ഹീലാവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നിങ്ങളതിനെ ആലോചിച്ച വെയിറ്റ്, ഭയങ്കര വെയിറ്റാണ് അതിന്. നമ്മൾ ഏറ്റവും സ്നേഹിച്ചൊരു വ്യക്തി, നമ്മൾ എന്താ പറയുക, നമ്മുടെ മനസ്സ് 100ന് 150% കൊടുത്ത് നമ്മളങ്ങനെ സ്നേഹിക്കുമ്പോൾ ഒരു കുഴപ്പം വരും. നമ്മളെ മറന്നു പോകും. ആ വ്യക്തിയെ പറ്റിയായിരിക്കും നമ്മളെപ്പോഴും തോട്ട്സ്. അയ്യോ, ആ വ്യക്തി എന്ത് ചെയ്യായിരിക്കും, ആ വ്യക്തി വിളിച്ചില്ലല്ലോ, ആ വ്യക്തി ഇപ്പം കണ്ട എന്നെ എന്ന് വെച്ചാൽ ഏത് നേരവും ഞാൻ എൻ്റെ തോട്ട്സ് ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഫോക്കസ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പോകെ അത് ഇംബാലൻസ് ആവും. അപ്പം തിരിച്ചെന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഞാൻ തന്നെയാണ് മേടിച്ചു പിടിക്കുന്നത്. അപ്പം നമുക്ക് അതിനെയൊന്നും കുറിച്ച് ആദ്യമൊന്നും അവയർനെസ് ഇല്ലല്ലോ അല്ലേ, അവർ നമുക്ക് പറഞ്ഞു തരാനില്ല. അപ്പം നമ്മളിങ്ങനെ സ്നേഹിച്ച് നമ്മളെ മറന്നുകൊണ്ട് നമ്മൾ സ്നേഹിച്ച് അങ്ങനെ സ്നേഹിച്ച് കുറേ നാളുകൾ കഴിയുമ്പോൾ അവർ നമുക്കിട്ട് പണിയുമ്പോൾ നമുക്കതിൻ്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കാരണം നമ്മൾ തിരിച്ച് പണിയെടുക്കാൻ നടക്കും. നമ്മൾ ഫോർഗീവ് ചെയ്യില്ല. ഫോർഗീവ്നെസ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, ചില പാരൻസൊക്കെ ഈ പെൺകുട്ടികളൊക്കെ വേറെ ആൾക്കാർ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ലൈഫ് ലോങ് അവരെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന 2 പേർക്കുമുള്ള ആ ഒരു വെയിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മകളുടെ അവസ്ഥ, മകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ സ്വന്തം പാരൻസ് കൂടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ആ 0 പിന്നെ 0 ആയി. 0 താഴത്തെ ഒരു കുഞ്ഞ് ബിന്ദുവായി. അപ്പോൾ ബിന്ദു അല്ല കേട്ടോ, ബിന്ദു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ മകൾ അനുഭവിക്കുന്നത്, ക്ഷമിക്കാതിരിക്കുമ്പോൾ അച്ഛനും അനുഭവിക്കുന്നത്, കുടുംബങ്ങളിൽ കണ്ടിട്ടില്ലേ എന്തോരോ അഴുക്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ചെറിയ കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അമ്മാവന്മാരും അമ്മായിമാരും കുഞ്ഞമ്മമാരും ഒക്കെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷസ് മാത്രമാണ്. പക്ഷേ പ്യുവർ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ലിറ്ററലി നമ്മൾ അനുഭവിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് പിന്നെയും ക്ഷമിക്കാൻ പറ്റും കേട്ടോ. മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ജെനുവിൻലി വി ക്യാൻ ഫോർഗീവ് അതേഴ്സ്. ജെനുവിൻലി ചെയ്യണം. അപ്പം നമുക്ക് ആ റിലീസ് മനസ്സിലാവും, നമ്മുടെ ബോഡിയിൽ നിന്ന് എനർജി, ആ വെയിറ്റ് ഒക്കെ. നമ്മളോട് നമുക്ക് ക്ഷമിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജേണിയാണ് അത്. ആ സാഹചര്യത്തിലായിപ്പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പം അത് ഇറ്റ്സ് എ വെരി ബിഗ് പ്രോസസ്സ്. നമ്മളോട് നമ്മൾ ഫോർഗീവ് ചെയ്യുക എന്ന് പറയുന്നത്, മറ്റൊരാളെ നമ്മൾ ഫോർഗീവ് ചെയ്യും, പക്ഷെ നമ്മളോട് നമ്മൾ ക്ഷമിക്കില്ല. ഭയങ്കര ദേഷ്യമാണ്. അപ്പം അവിടെയും ഫോർഗീവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ എത്ര പേരെ നിങ്ങൾ ഫോർഗീവ് ചെയ്യാനുണ്ട്? പഴയ പ്രണയം തൊട്ട് കഴിഞ്ഞ ദിവസത്തെ തമ്മിത്തല്ലിൽ വരെ ഫോർഗീവ്നെസ് ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് ലൈറ്റ് ആവും. വിൽ ബിക്കം സോ ലൈറ്റ് ദാറ്റ് വിൽ ബിക്കം ഹാപ്പി. അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് എന്നല്ല ആക്ച്വലി കൊണ്ട്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൊമെന്ററി തിങ്. നമുക്ക് സമാധാനം ഉണ്ടാവും. ആരെയും നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു വ്യക്തികളിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കാനുമില്ല, ഒന്നും കൊടുക്കാനുമില്ല. വിൽ ബി ടോട്ടലി ഫ്രീ. അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ
നമ്മൾ മിക്കപ്പോഴും വീടുകളിൽ വൈരാഗ്യം വളർത്തുന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ ഏറ്റവും കൂടുതൽ, അമ്മമാരാണല്ലോ, മദർ ഈസ് ദ കീ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമ്മയാണ് താക്കോൽ, അമ്മയുടെ കയ്യിലാണ് എല്ലാം. അമ്മയ്ക്ക് എങ്ങനെ വേണോ നന്നായി വളർത്താം, അമ്മയ്ക്ക് എന്താ പറയുക ക്രിമിനലാക്കിയും വളർത്താം. അമ്മയുടെ കയ്യിലാണ് കീ പ്രത്യേകിച്ചും. അപ്പം അമ്മ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ താക്കോൽ കൊടുക്കുന്നോ, കണ്ടീഷനിങ് പ്ലസ് ഇത് രണ്ടും അല്ലെങ്കിൽ ഹാബിച്വൽ, ഇത് ഇത്രയും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും ഫൊർഗീവ് ചെയ്യാൻ പറ്റില്ല മക്കൾക്ക്. കാരണം അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കി, അമ്മയുടെ ആ നേരത്തെ ഒരു ഫ്രസ്ട്രേഷൻ അമ്മ പറഞ്ഞതായിരിക്കും. അമ്മ ചിലപ്പോൾ പിന്നീട് അവരുടെ അടുത്ത് മിണ്ടുമായിരിക്കും ഇവർ കാണാണ്ട്, പക്ഷെ ഇവർ ഫൊർഗീവ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഫൊർഗീവ്നെസ്, നിങ്ങൾക്ക് എത്ര പേരുടെ ചുമട് നിങ്ങൾ എടുക്കണുണ്ട് എന്ന് നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കൂ. ഫൊർഗീവ് ചെയ്യാണ്ട്, ഇൻക്ലൂഡിങ് പ്ലസ് ഒരു ആളും കൂടി ഉണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് യു, നമ്മളും കൂടി. നമ്മളോട് നമ്മൾ ഫൊർഗീവ് ചെയ്യണില്ലല്ലോ. അപ്പോൾ ഫൊർഗീവ്നെസ് ഒരു വലിയൊരു കാര്യമാണ്. ആ ലിസ്റ്റ് ഓഫ് ആൾക്കാർ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ. നീണ്ട നേരം തന്നെയുണ്ട് കേട്ടോ. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ അവരുടെ ജെനുവിൻ ടോക്ക്, ഡീപ്പ് ടോക്ക്, നമ്മൾ പറയുന്നത് പെരിഫറലി അല്ല എന്നോട് ആൾക്കാർ സംസാരിക്കുക. എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡീപ്പസ്റ്റ് സീക്രട്ട് വരെ, അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. നിങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എത്ര പേരെ ഫൊർഗീവ് ചെയ്യാനുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളെപ്പറ്റി തന്നെ, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള വീഡിയോസാണ് ഇതെല്ലാം. കോംപ്ലിക്കേഷൻസ് അല്ല, വളരെ സിമ്പിളായിട്ടും വളരെ. നമ്മളുടെ ഡെവലപ്മെൻറ്റ് വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മളിൽ നിന്ന് തുടങ്ങുന്നത്. നമ്മളിൽ നിന്ന് തുടങ്ങണമെങ്കിൽ നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. ലോകത്തുള്ളവരെല്ലാവരെയും പറ്റി നമുക്കറിയാം, നമ്മളെപ്പറ്റി മാത്രമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ആലോചിച്ച് നോക്കും, എത്ര പേര് ഫൊർഗീവ് ആൻഡ് ഓവർ തിങ്കിങ് അല്ല കേട്ടോ, എത്ര പേര് ജെനുവിൻലി ഫൊർഗീവ്നെസ് കൊടുത്ത് റിലീസ് ചെയ്ത് വിടാനുണ്ടായ എനർജിയെ ആലോചിക്കുക. താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രെയിൻ ബൈ ദിലേഖ.